മൂന്നാറിലേക്ക് ടൂർ വന്ന ഒരു ട്രാവലർ അവർക്ക് കിട്ടിയ ഒരു പണി, ഒരു ബുദ്ധിമുട്ട്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഒരുപാട് ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഈ വീഡിയോ ചിലപ്പം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. ഇവർ മൂന്നാറിൽ വന്നിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് നോക്കി അവിടെ വണ്ടി നിർത്തിയിട്ട് ബസ്സിലുണ്ടായിരുന്ന, ട്രാവലറിലുണ്ടായിരുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു കവറിലേക്ക് അവർ ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എല്ലാം പറക്കിയിട്ടു. എന്നാൽ മുഴുവൻ വേസ്റ്റുകൾ പറക്കിയിട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വേസ്റ്റുകൾ, ഒരു 3-4 പേപ്പർ പ്ലേറ്റുകൾ, ചിക്കൻ്റെ വേസ്റ്റുമായിട്ട്. ചിക്കൻ ഈ സസ്റ്റൈനബിൾ, കുഴപ്പമില്ല. പക്ഷേ ഈ പേപ്പർ പ്ലേറ്റിലൊക്കെ ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉണ്ട്, അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ അവരവിടെ കുറച്ച് ഉപേക്ഷിച്ചിട്ട് പോയി. പക്ഷേ ഇത് നോക്കി വീഡിയോ എടുത്തിരുന്ന മൂന്നാറിലെ ചെറുപ്പക്കാർ ഇതങ്ങനെ തന്നെ പഞ്ചായത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തു. പഞ്ചായത്തുകാർ ഈ വാഹനത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ട് അത് MVDക്ക് ലെറ്റർ അയച്ചു. MVD എന്നിട്ട് പഞ്ചായത്തിലേക്ക് തിരിച്ച് കൊടുത്തിരിക്കുന്ന ലെറ്ററാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥർ ആരാണ്, അവരുടെ ഫോൺ നമ്പർ എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടാണ്. അങ്ങനെ ഈ ഡീറ്റെയിൽസ് പഞ്ചായത്തിൽ കിട്ടിയതിന് ശേഷം പഞ്ചായത്ത് 5000 രൂപ അവർക്ക് ഫൈൻ അടിച്ചുകൊണ്ടുള്ള ഫൈൻ റിസിപ്റ്റാണ് അടുത്ത് നിങ്ങൾ കാണുന്നത്. ആക്ച്വലി വണ്ടിയുടെ മുതലാളി ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവറായിരിക്കും വണ്ടി കൊണ്ട് വന്നിരിക്കുന്നത്. ആ വണ്ടിയിലുണ്ടായിരുന്ന ആളുകളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. ചിലപ്പോൾ ഒരു 13,000 രൂപയോ 14,000 രൂപയോ 13,000 രൂപയ്ക്കാണെന്ന് തോന്നുന്നു നോർമൽ ടാക്സി ചാർജ്. ഈ ടാക്സി ചാർജിൽ ബുക്ക് ചെയ്താണ് ആളുകൾ വണ്ടി വിളിക്കുന്നത്. അതിൽ നിന്ന് ഈ 13,000 രൂപയിൽ നിന്ന് 5,000 രൂപ ഫൈൻ അടയ്ക്കുന്നു. അപ്പം ഇനി ആവശ്യത്തിന് അവർക്ക് ഡ്രൈവർക്ക് കൊടുക്കാനുള്ള ബാറ്റയും പൈസയും പിന്നെ ഡീസൽ കാശും ഒക്കെയാണ് ബാലൻസ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് കയ്യിൽ നിന്നും പോകും. അതായത് 8,000 രൂപയ്ക്ക് വണ്ടി മൂന്നാർ ഓടിയിട്ട് തിരിച്ചു പോയൊരവസ്ഥയിലോട്ട് ട്രാവലർക്കാരൻ്റെ സിറ്റുവേഷൻ മാറിപ്പോയിരിക്കുന്നു. ആ വണ്ടിയുടെ മുതലാളിയുടെ സിറ്റുവേഷൻ മാറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇത് ശരിക്കും ആരുടെ മിസ്റ്റേക്കാണ്? അവിടെ വേസ്റ്റ് ഇട്ട വണ്ടിയിലുണ്ടായിരുന്ന ആളുകളുടെ മിസ്റ്റേക്കാണ്. അത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക? ഇതാണ് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ്. നാളെ മുതൽ മൂന്നാറിലേക്ക് ടൂർ വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് വാഹനമായിട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴോ നമ്മുടെ വാഹനത്തിൻ്റെ അകത്ത് സൃഷ്ടിക്കപ്പെടുന്ന വേസ്റ്റുകളുണ്ട്. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാവാം, അങ്ങനെ പലതും ഉണ്ടാവും. അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത്, അതായത് ഈ വേസ്റ്റ്, ഈ കുപ്പി ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ ഈ കുപ്പി ഇവിടെ ഉണ്ടാവണം, ഇത് തിരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു വേസ്റ്റ് ബിൻ കണ്ട് അവിടെ നിക്ഷേപിക്കുന്നത് വരെ ഈ പ്ലാസ്റ്റിക് കുപ്പി നമ്മുടെ വണ്ടിയിലിരിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാണ്. നമുക്കെപ്പോഴും നമ്മുടെ വണ്ടിയുടെ അകം ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റുള്ള ആളുകൾ. അപ്പോൾ ആ കോൺസെപ്റ്റ് നമ്മൾ തച്ചുടച്ച് കളഞ്ഞേ പറ്റൂ. നമ്മൾ ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റുകൾ നമ്മൾ വണ്ടിക്കകത്ത് സ്റ്റോർ ചെയ്യണം. എൻ്റെയൊക്കെ കാറിൻ്റെ സൈഡിൽ ഈ ഫയലൊക്കെ വയ്ക്കുന്ന സൈഡ് ഏരിയയ്ക്ക് അത് നിറച്ചും വേസ്റ്റാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അതെല്ലാം ഇതിനവിടെ ഇങ്ങനെ വെക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു ഹോട്ടലിലോ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അവരുടെ വേസ്റ്റ് ബിന്നിൽ അവരുടെ അനുവാദം ചോദിച്ച് നിക്ഷേപിക്കും. അതല്ലെങ്കിൽ ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് 50 രൂപ കൊടുത്ത് അവർക്ക് ഈ കുപ്പികളെല്ലാം പറക്കി അവർക്ക് കൊടുത്തു വിടും. അപ്പോൾ ഇതുപോലെ സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മലയാളികൾ ഒരു പടി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വേസ്റ്റുകൾ എവിടെയും വലിച്ചെറിയാൻ പാടില്ല. മൂന്നാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ വേസ്റ്റ് ഇടുന്നതിൻ്റെ വീഡിയോസ് എടുത്ത് പഞ്ചായത്തിൽ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 2,000 രൂപ കിട്ടും പഞ്ചായത്തിൽ നിന്ന്. ഈ ആരെങ്കിലും വേസ്റ്റ് നിക്ഷേപിക്കുന്നതോ ഒക്കെ പകർത്തിയിട്ട് പഞ്ചായത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 2,000 രൂപ കിട്ടും. അപ്പം ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ഇറങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 3-4 ആളുകൾ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഫോട്ടോസും എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 3 എണ്ണം കഴിയുമ്പോൾ 6,000 രൂപ കിട്ടി. ഒരു മാസം 24,000 രൂപ ആ വകുപ്പിൽ തന്നെ അയാൾക്ക് വരുമാനമാവാണ്. അപ്പോൾ വേറെ ജോലിക്കൊന്നും പോകണ്ട, ഞായറാഴ്ച വെറുതെ ക്യാമറയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പരിപാടി സെറ്റാണ്. നമ്മൾ തന്നെ ഒരുപാട് കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങളിത് ചെയ്തോ എന്നൂടെ പറയാറുണ്ട്. കാരണം നമുക്ക് വേണ്ടത് നീറ്റായ ഒരു അറ്റ്മോസ്ഫിയറാണ്. പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര മോശമാണ്, നമുക്ക് ഭയങ്കര മോശമാണ്. നല്ല സീനറി ആയിട്ടുള്ള പ്ലേസുകളുടെ മതിലിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. മൊത്തം വേസ്റ്റ് വലിച്ചെറിഞ്ഞ് അങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ടാക്സിക്കാർ അവരുടെ കൂടെ വരുന്ന ഗസ്റ്റുകൾ, നിങ്ങൾ തെറ്റുകാരല്ല, നിങ്ങളുടെ കൂടെ വരുന്ന ഗസ്റ്റുകൾ എന്തെങ്കിലും ഒരു വേസ്റ്റ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് നിങ്ങളുടെ വണ്ടിയിലെങ്കിൽ അവർ തീർച്ചയായും വേസ്റ്റ് വലിച്ചെറിയുന്ന പ്രവണത കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ആ വേസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എറിഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ 5,000 രൂപ ഫൈൻ വരും. അത് അഡീഷണൽ മേടിച്ച് വയ്ക്കുക, വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം എന്ന് പറയുക. ആരും കണ്ടില്ലെങ്കിൽ പോലും കാണുന്ന പല കണ്ണുകളും അവിടെ ഉണ്ടാകും എന്നുള്ളത് നമ്മളെപ്പോഴും മൈൻഡ് സൂക്ഷിക്കുക. അപ്പം ഞാനൊന്ന് പറഞ്ഞു വന്നത്, ഇത് ഒരുപാട് വണ്ടിക്കാർക്ക് പ്രയോജനപ്പെട്ടേക്കാം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരുമായിട്ട് പങ്കുവെക്കണം, ഷെയർ ചെയ്യണം, പലരോടും ഈ കാര്യങ്ങൾ സംസാരിക്കണം. ഇങ്ങനെയൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ വേസ്റ്റ് എറിഞ്ഞ് കഴിഞ്ഞാൽ അത് പണിയാവും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. നമ്മളിത് മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാവരുമായിട്ട് സംസാരിക്കണം. ഈ വീഡിയോ ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ തോന്നുന്ന ആളുകളുണ്ടാവും. അവർക്കത് ബുദ്ധിമുട്ടുണ്ടായേക്കാം. അങ്ങനെ ഇറിറ്റേഷൻ തോന്നുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, വിവരം വയ്ക്കാൻ സമയമെടുക്കും. പറ്റുമെങ്കിൽ കുറച്ചൊക്കെ ട്രാവൽ ചെയ്യണം. ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, കുറച്ച് നമ്മുടെ ഈ കൾച്ചറല്ലാതെ വേറെ കൾച്ചറുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ചെന്ന് അതൊക്കെ ഒന്ന് കാണണം. വിവരം വയ്ക്കാൻ മരിക്കുന്നത് വരെ സമയം എടുക്കണമെന്ന് വാശി പിടിക്കരുത്. അത്രയേ ഉള്ളൂ. താങ്ക് യു. ഗുഡ് ബൈ.